നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. +1 വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ. കലക്കട വ്യാസവിദ്യാപീഠത്തിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സ്കൂൾ മാനേജ്മെന്റ് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് SFI. മന്ത്രി K. കൃഷ്ണൻകുട്ടി ഉറപ്പു നൽകിയ നീന്തൽക്കുളവും മൈതാനവും യാഥാർത്ഥ്യമായില്ല. വാഗ്ദാന ലംഘനത്തിനെതിരെ ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ KSU ആരംഭിച്ച നിരാഹാര സമരം 4ാം ദിവസം പിന്നിട്ടു. കായികരംഗത്ത് മികവ് പുലർത്തുന്ന കലാലയത്തിന് മന്ത്രി നീന്തൽക്കുളവും മൈതാനവും വാഗ്ദാനം ചെയ്തത് 8 വർഷം മുൻപ്. ദേശാടനക്കിടികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയായി മായന്നൂർ പാലത്തിന് സമീപം ഭാരതപ്പുഴയിലെ പുൽക്കാടുകളിൽ വീണ്ടും തീപിടുത്തം. ദേശാടന പക്ഷികൾ മുട്ടയിട്ട് അടയിരിക്കുന്നത് ഈ പുൽക്കാടുകളിൽ. വേനൽ ആരംഭത്തിൽ തന്നെ തീപിടുത്തം വ്യാപകമായ സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയും മുൻകരുതലുമായി അഗ്നിരക്ഷാസേന. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കലക്കാട് വ്യാസവിദ്യാപീഠത്തിലെ +1 വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളെ മാനേജ്മെന്റ് സംരക്ഷിക്കുകയാണെന്ന് ആരോപിച്ച് വിദ്യാലയത്തിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും സമരക്കാർ പിരിഞ്ഞുപോകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. 2 ദിവസം മുമ്പാണ് വ്യാസവിദ്യാപീഠത്തിലെ +1 വിദ്യാർത്ഥിനി രുദ്ര രാജേഷിനെ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രുദ്രയുടെ മരണത്തിന് പിന്നാലെ സീനിയർ വിദ്യാർത്ഥികളിൽ നിന്നും രുദ്രയ്ക്ക് ക്രൂരമായ റാഗിംഗ് നേരിടേണ്ടി വന്നിരുന്നതായി രക്ഷിതാക്കൾ വെളിപ്പെടുത്തിയിരുന്നു. വിദ്യാർത്ഥിനിയുടെ ദുരനുഭവം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കൾ 20-ന് മുഖ്യമന്ത്രി, പോലീസ്, സ്കൂൾ അധികൃതർക്ക് പരാതിയും നൽകി. രക്ഷിതാക്കൾ നൽകിയ പരാതി അവഗണിച്ചതാണ് ആത്മഹത്യക്കിടയാക്കിയതെന്ന് SFI ആരോപിച്ചു. സംഭവം നടന്ന് 2 ദിവസം കഴിഞ്ഞിട്ടും രുദ്രയെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ച സീനിയർ വിദ്യാർത്ഥിനികൾക്കെതിരെ നടപടിയെടുക്കാൻ സ്കൂൾ അധികൃതരോ പോലീസോ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് SFI മാർച്ച് നടത്തിയത്. മാർച്ചിന്റെ ഭാഗമായി വിദ്യാലയത്തിന് കനത്ത പോലീസ് സുരക്ഷയൊരുക്കിയിരുന്നു. സ്കൂളിലേക്ക് തള്ളിക്കയറാൻ SFI പ്രവർത്തകർ ശ്രമിച്ചെങ്കിലും പോലീസ് ബാരിക്കേഡ് വെച്ചും വടം കെട്ടിയും തടഞ്ഞു. മാർച്ച് SFI ജില്ലാ സെക്രട്ടറി വിപിൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അഭിഷേക് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മന്ത്രി K. കൃഷ്ണൻകുട്ടി ഉറപ്പു നൽകിയ നീന്തൽക്കുളവും മൈതാനവും യാഥാർത്ഥ്യമായില്ല. ചിറ്റൂരിൽ 4 ദിവസം പിന്നിട്ട് KSUവിൻ്റെ നിരാഹാര സമരം. ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ നീന്തൽക്കുളവും മൈതാനവും ഒരുക്കുമെന്ന് 8 വർഷം മുൻപാണ് മന്ത്രി വാഗ്ദാനം നൽകിയത്. 8 വർഷം മുമ്പാണ് കലാകായിക മത്സരങ്ങളിൽ മികവ് പുലർത്തുന്ന ചിറ്റൂർ ഗവൺമെന്റ് കോളേജിന് നീന്തൽ പരിശീലനത്തിനാവശ്യമായ ആധുനിക സൗകര്യങ്ങളോടെയുള്ള നീന്തൽക്കുളവും സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടുന്ന വിവിധ കായിക മത്സരങ്ങൾക്ക് അനുയോജ്യമായ ഗ്രൗണ്ടും മന്ത്രി വാഗ്ദാനം ചെയ്തത്. നീന്തൽക്കുളവും സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണവും സ്പോർട്സ് കേരള ഏറ്റെടുക്കുമെന്ന ഉറപ്പിലും വ്യക്തതയില്ല. വിവിധ പൊതുവേദികളിൽ ചിറ്റൂർ നിയോജകമണ്ഡലം MLA കൂടിയായ മന്ത്രി K. കൃഷ്ണൻകുട്ടി വാഗ്ദാനം ആവർത്തിക്കുകയും ചെയ്തിരുന്നു. 17 കോടി ചെലവിൽ ആധുനിക സൗകര്യങ്ങളോടെ നീന്തൽക്കുളവും മൈതാനവും നിർമ്മിക്കുമെന്നായിരുന്നു 2017 മന്ത്രിയുടെ വാഗ്ദാനം. നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചെങ്കിലും ഫണ്ട് ലഭ്യമാകാതെ വന്നതോടെ കുളവും മൈതാനവും ഒരു തരത്തിലും ഉപയോഗിക്കാൻ കഴിയാതെയായി. വാഗ്ദാനം നൽകി വർഷങ്ങൾ കഴിഞ്ഞിട്ടും പദ്ധതി യാഥാർത്ഥ്യമാകാതെ വന്നതോടെയാണ് KSU സമരരംഗത്തിറങ്ങിയത്. KSU വൈസ് പ്രസിഡന്റ് ബാദുഷയാണ് നിരാഹാര സമരം ആരംഭിച്ചത്. വിദ്യാർത്ഥി സമരത്തിന് കോൺഗ്രസിൻ്റെയും പിന്തുണയുണ്ട്. പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് വകയിരുത്തി എത്രയും വേഗം പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് ഉറപ്പു നൽകണമെന്ന് DCC വൈസ് പ്രസിഡന്റും ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർമാനുമായ അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ ആവശ്യപ്പെട്ടു. 2017 ചിറ്റൂർ ഗവൺമെന്റ് കോളേജിനകത്ത് മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടി അവർ പ്രത്യേക താൽപര്യമെടുത്ത് നിർമ്മിച്ച ഒരു സ്വിമ്മിംഗ് പൂളാണ്. ഇവിടെ 17 കോടി രൂപയുടെ വലിയ പദ്ധതിയാണ് അന്ന് ആസൂത്രണം ചെയ്ത് എന്നാണ് മന്ത്രി പറഞ്ഞത്. അതിലെ ആദ്യത്തെ വർക്കായിരുന്നു ഈ സ്വിമ്മിംഗ് പൂൾ. ഇതുപോലെ ഒരു ഗ്രൗണ്ടും ഇവിടെ സിന്തറ്റിക് ട്രാക്ക് ആക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു.
2017 കഴിഞ്ഞ് 9 വർഷം പൂർത്തിയാകുമ്പോൾ ആ സ്വിമ്മിംഗ് പൂളിന്റെ ഒരു അവസ്ഥയാണ്. ഗ്രൗണ്ടിന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല. ഇതിന് പരിഹാരം കാണാൻ വേണ്ടി KSUവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ബാദുഷാ കഴിഞ്ഞ 4 ദിവസമായി ഇവിടെ നിരാഹാരം അനുഷ്ഠിക്കുകയാണ് ചിറ്റൂർ ഗവൺമെന്റ് കോളേജ്. പക്ഷേ ഇതിന് ഇപ്പോഴും സ്പോർട്സ് കേരള ഇത് ഏറ്റെടുത്തു എന്ന് വാക്കാൽ പറയല്ലാതെ ഒരു ഉത്തരവും മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല, സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല. ഇത് പരിഹാരം കാണുന്നവരെ KSU സമരത്തിലുണ്ടാവും. KSUവിന് പരിപൂർണ പിന്തുണയുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ സമരത്തിന് പിന്തുണയുമായിട്ടുണ്ടാവും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം മായന്നൂർ പാലത്തിന് സമീപം ഭാരതപ്പുഴയിലെ പുൽക്കാടുകളിൽ വീണ്ടും തീപിടുത്തം. പാലത്തിന്റെ ഇടതുഭാഗത്താണ് വെള്ളിയാഴ്ച തീപടർന്നത്. പുഴയിലെ തീപിടുത്തം ദേശാടന കിളികൾക്കുൾപ്പെടെ വൻ ഭീഷണിയാണ്. മണൽത്തിട്ടകളിൽ ഉണങ്ങി നിന്നിരുന്ന പുൽക്കാടുകളിലൂടെയും ആറ്റുവഞ്ചി ചെടികളിലൂടെയുമാണ് തീ കത്തിപ്പടർന്നത്. കിഴക്ക് ഭാഗത്തു നിന്ന് കത്തിത്തുടങ്ങിയ തീ വടക്ക് ഭാഗത്ത് മായന്നൂർ പാലത്തിന് സമീപം വരെ എത്തി. ഏകദേശം 1.5 ഏക്കർ സ്ഥലമാണ് കത്തി നശിച്ചത്. ആറ്റുവഞ്ഞികൾ പൂത്തു പടർന്ന് നിൽക്കുന്നതിനാൽ തീ ഇടയ്ക്കിടെ ആളിക്കത്തി മറ്റു ഭാഗങ്ങളിലേക്ക് വേഗത്തിൽ പടരുകയായിരുന്നു. ആരെങ്കിലും മനഃപൂർവ്വം തീയിട്ടതാണെന്ന് സംശയിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ പാലത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിരമായി പടരാറുള്ള ഭാഗത്തും തീപിടുത്തമുണ്ടായിരുന്നു. 6 വർഷത്തിലേറെയായി വേനൽക്കാലമായാൽ പുഴ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമാണിത്. കഴിഞ്ഞ ബുധനാഴ്ചയും തീ പടർന്നിരുന്നു. ദേശാടന പക്ഷികൾ വിരുന്നെത്തുന്ന മാസങ്ങളാണിത്. അപൂർവമായി കാണപ്പെടുന്ന പക്ഷികൾ മുട്ടയിട്ട് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത് ഭാരതപ്പുഴയിലെ പുൽക്കാടുകളിലാണ്. നീരൊഴുക്ക് കുറഞ്ഞ പുഴയിൽ നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് ദേശാടന കിളികൾ എത്താറുള്ളത്. 2022 പുഴയിലെത്തുന്ന കിളികളെ സംരക്ഷിക്കുന്ന ജൈവവേലി പദ്ധതി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇത് നടപ്പായില്ല. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം കയറമ്പാറയിൽ വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തു കിടന്ന മോഷ്ടാവ് വയോധികയുടെ സ്വർണ്ണമാല കവർന്നു. കയറമ്പാറ കുന്നത്ത് വീട്ടിൽ പാഞ്ചാലിയുടെ 1 പവൻ സ്വർണ്ണമാലയാണ് കവർന്നത്. ഒരു 3 മണിക്ക് എന്താ ശബ്ദം കേട്ടു. ഞങ്ങളപ്പോൾ കാട്ടുപന്നിയുടെ ശബ്ദമാണ് തൊടി കൂടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ട് 2 പുറത്തും ലൈറ്റൊക്കെ ഇട്ട് നോക്കിയിരുന്നപ്പോൾ ഒന്നും കണ്ടില്ല. പിന്നെ കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരാളുടെ നിഴലാട്ടം കണ്ടു. അയാളത് കാണലും വന്ന് വാതിൽ ചവിട്ടി പൊളിച്ച് ഉള്ളിൽ കയറി എൻ്റെ കഴുത്തിലത്തെ പൊട്ടിച്ചിട്ട് അയാൾ ഓടി. പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ ഓടാമ്പൽ നീക്കി വാതിൽ ചവിട്ടി പൊളിക്കുകയായിരുന്നു. മുൻവശത്തെ മുറിയിലാണ് പാഞ്ചാലി കിടന്നിരുന്നത്. തൊട്ടടുത്ത മുറിയിൽ കിടന്നുറങ്ങിയിരുന്ന മകൾ ഓടിയെത്തിയപ്പോഴേക്കും മോഷ്ടാവ് രക്ഷപ്പെട്ടു. മാലയുടെ ചെറിയ ഒരു ഭാഗം വീട്ടിൽ നിന്ന് കണ്ടെത്തി. വീടിന്റെ ഓടിളക്കി അകത്ത് കടക്കാൻ ശ്രമിച്ചുവെങ്കിലും നടക്കാതെ വന്നതോടെയാണ് വാതിൽ ചവിട്ടി പൊളിച്ചതെന്ന് കരുതുന്നു. ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കുളപ്പുള്ളിയിലെ ഫ്രൂട്ട്സ് കട കത്തി നശിച്ച സാഹചര്യത്തിൽ ഉടമയ്ക്ക് സഹായഹസ്തവുമായി വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CATU. സ്ഥാപന ഉടമ മമ്മിക്ക് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CATU ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി സ്വരൂപിച്ച തുകയാണ് കൈമാറിയത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച അർദ്ധരാത്രിയാണ് കുളപ്പുള്ളിയിലെ സിംകോ കമ്പനിക്ക് സമീപമുള്ള ഫ്രൂട്ട്സ് കട പൂർണ്ണമായി കത്തി നശിച്ചത്. മമ്മി എന്ന ആളുടെ വഴിയോരത്ത് പ്രവർത്തിക്കുന്ന ഷെഡാണ് കത്തിയത്. ഈ സാഹചര്യത്തിൽ ഉടമയുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കുക, സ്ഥാപനം പുനരാരംഭിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CATU ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി സഹായവുമായി രംഗത്തെത്തിയത്. യൂണിയനിലെ തൊഴിലാളികൾ സ്വരൂപിച്ച തുക CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറിയും CATU ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ S. കൃഷ്ണദാസ് ഉടമയ്ക്ക് കൈമാറി. സാമൂഹ്യദ്രോഹി ഈ കച്ചവട സ്ഥാപനം കത്തിച്ച് നശിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹം വലിയ രൂപത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്കുള്ള സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നത്. കാരണം വഴിയോരത്ത് കച്ചവടം ചെയ്യുന്ന തൊഴിലാളികളെ സംബന്ധിച്ച് അന്നന്നാൾ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടാണ് അവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ കച്ചവട സ്ഥാപനം നശിപ്പിക്കപ്പെട്ടാൽ പിന്നീട് അവർക്ക് ഓരോ ദിവസം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സാമ്പത്തികം ഒരു പ്രധാന പ്രശ്നമാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായിട്ട് ഈ കച്ചവട സ്ഥാപനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CATU ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി വളരെ പെട്ടെന്ന് തൊഴിലാളികളിൽ നിന്നെല്ലാം ഒരു ചെറിയ സംഖ്യ പിരിച്ച് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ കച്ചവട സ്ഥാപനം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ ഒരു ചെറിയ സംഖ്യയാണ് കൊടുത്തിട്ടുള്ളത്. CPM കുളപ്പുള്ളി LC സെക്രട്ടറി ജയപാലൻ, വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CATU ജില്ലാ ട്രഷറർ സുനിൽ, യൂണിയൻ ഷൊർണൂർ മുനിസിപ്പൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
വെള്ളിയാഴ്ച സർവീസ് ആരംഭിച്ച നാഗർകോവിൽ മാംഗ്ലൂരു അമൃത് ഭാരത് എക്സ്പ്രസിൻ്റെ ശുചീകരണത്തിന് കൂടുതൽ സൗകര്യം ഷൊർണൂരിൽ. 320 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യുന്ന ട്രെയിൻ ഷൊർണൂരിൽ കൂടുതൽ നേരം നിർത്തിയിട്ടേക്കും. 22 കോച്ചുകളുള്ള ട്രെയിനിന് 11 ജനറൽ കമ്പാർട്ട്മെൻറ്റുകളും 8 സ്ലീപ്പറുകളുമാണുള്ളത്. നാഗർകോവിലിൽ നിന്ന് മംഗളൂരുവിലേക്കുള്ള ട്രെയിൻ ചൊവ്വാഴ്ചകളിൽ രാവിലെ 11:40 പുറപ്പെട്ട് ബുധനാഴ്ച രാവിലെ 5 മംഗളൂരുവിലെത്തും. തിരിച്ച് മംഗളൂരു ജംഗ്ഷനിൽ നിന്ന് രാവിലെ 8 പുറപ്പെട്ട് രാത്രി 10:05 നാഗർകോവിലെത്തും. തിരുവനന്തപുരം, കോട്ടയം, ഷൊർണൂർ വഴിയാണ് യാത്ര. ആകെ 19 സ്റ്റോപ്പുകളാണ് ട്രെയിനിനുള്ളത്. എന്നാൽ യാത്ര ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്ന സമയവും മാത്രമാണ് റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓരോ സ്റ്റോപ്പുകളിലും നിൽക്കുന്ന സമയക്രമം റെയിൽവേ അടുത്ത ദിവസം പുറത്തുവിടും. ആഴ്ചയിൽ ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ മാത്രമാണ് സർവീസ് ഉള്ളത്. ട്രെയിനിൻ്റെ അറ്റകുറ്റപ്പണികൾക്കുള്ള ഷെഡ് നാഗർകോവിലാണ്. കോട്ടയം, ഷൊർണൂർ, കോഴിക്കോട് സ്റ്റേഷനുകളിലാണ് ശുചിമുറികളിലേക്ക് വെള്ളം നിറയ്ക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ബോഗികൾ ഉൾപ്പെടെ ട്രെയിൻ ശുചീകരിക്കാൻ ഷൊർണൂരിൽ മാത്രമാണ് സൗകര്യമുള്ളത്. ഈ ബോഗിയിൽ 2 പേർ വെച്ചാണ് ഷൊർണൂർ എത്തുമ്പോൾ ശുചീകരണ പ്രവൃത്തിയിൽ ഏർപ്പെടുക. 45-ലധികം തൊഴിലാളികളാണ് ഇതിനായി ഉണ്ടാകുക. ഇതുകൊണ്ട് തന്നെ ട്രെയിൻ മറ്റ് സ്റ്റേഷനുകളിൽ നിർത്തിയിടുന്നതിനേക്കാൾ കൂടുതൽ നേരം ഷൊർണൂരിൽ നിർത്തിയിടുമെന്നാണ് കണക്കുകൂട്ടൽ. 22 കോച്ചുകളുള്ള ട്രെയിനിൽ 11 ജനറലും 8 സ്ലീപ്പറുമാണുള്ളത്. രാവിലെ തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന് അനുവദിച്ച ഈ 3 അമൃത് ഭാരത് ട്രെയിനുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസ് കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. മരുതൂരിൽ നിലവിലുണ്ടായിരുന്ന സ്ഥലത്ത് തന്നെയാണ് പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉയരുന്നത്. 45 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതി പ്രകാരമാണ് ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസ് നവീകരിക്കുന്നത്. നിലവിൽ മരുതൂരിലാണ് വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ 2 വില്ലേജ് ഓഫീസുകളാണുള്ളത്. വാരണാകുഷിയിൽ പ്രവർത്തിക്കുന്ന ഓങ്ങല്ലൂർ 2 വില്ലേജ് ഓഫീസ് നേരത്തെ സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി മാറ്റിയിരുന്നു. പഴയ കെട്ടിടം കാലപ്പഴക്കം ചെന്നതിനെ തുടർന്ന് പൊളിച്ചുമാറ്റിയാണ് മരുതൂരിൽ നിലവിലുള്ള സ്ഥലത്ത് തന്നെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കൂടുതൽ സൗകര്യത്തോടുകൂടിയാണ് നിർമ്മാണം. പ്രവൃത്തികൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. 45 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസ് സ്മാർട്ടാക്കുന്നത്. നിലവിൽ പരിമിതിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസ് സ്മാർട്ട് ആകുന്നതോടെ പൊതുജനങ്ങൾക്ക് മികച്ച സേവനം നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. കെട്ടിട നിർമ്മാണം നടക്കുന്നതിനാൽ ഓഫീസിന്റെ പ്രവർത്തനം പോക്കുപടിയിലെ സ്വകാര്യ കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പട്ടാമ്പി മണ്ഡലത്തിൽ 9 വില്ലേജ് ഓഫീസുകളിൽ 7 വില്ലേജ് ഓഫീസുകൾ ഇതിനകം സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസും പട്ടാമ്പി വില്ലേജ് ഓഫീസുമാണ് സ്മാർട്ടായി മാറാനുള്ളത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുത്തന്നൂർ യൂണിറ്റ് 34ാം വാർഷിക സമ്മേളനം ചേർന്നു. KSSPU കുഴൽമന്ദം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ KP ബാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് G ഭാർഗവി പതാക ഉയർത്തിയതോടെയാണ് KSSPU കുത്തന്നൂർ യൂണിറ്റ് 34ാം വാർഷിക സമ്മേളനത്തിന് തുടക്കമായത്. യൂണിയൻ കുഴൽമന്ദം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ KP ബാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കുത്തന്നൂർ യൂണിറ്റിലെ മെമ്പർമാരായ NC അപ്പു, M ജയശ്രീ എന്നിവരെ ആദരിച്ചു. യൂണിറ്റ് സെക്രട്ടറി T വേലായുധൻകുട്ടി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. N കൃഷ്ണൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് G ഭാർഗവി അധ്യക്ഷയായി. B ഗോപാലൻ സ്വാഗതം പറഞ്ഞ സമ്മേളനത്തിൽ K രാധാദേവി സംഘടനാകാര്യങ്ങൾ സംസാരിച്ചു. V രവീന്ദ്രൻ, P ഹരിദാസൻ, N കൃഷ്ണൻ, C സരോജിനി തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് M ജയശ്രീ, സെക്രട്ടറി T വേലായുധൻകുട്ടി, ഗജാഞ്ചി N കൃഷ്ണൻ എന്നിവരടങ്ങുന്ന ഭാരവാഹികളെയാണ് തെരഞ്ഞെടുത്ത. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഴലക്കിടി GSP സ്കൂളിലേക്ക് ലഭിച്ച സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ ഉദ്ഘാടനവും പെൺകുട്ടികൾക്കുള്ള സൈക്കിൾ വിതരണവും സ്കൂളിൽ വെച്ച് നടന്നു. ബാങ്ക് റീജിയണൽ മാനേജർ സജീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ CSR ആക്ടിവിറ്റി 2025-26 പദ്ധതിയുടെ ഭാഗമായാണ് പഴലക്കിടി GSP സ്കൂളിലേക്ക് ലഭിച്ച സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ ഉദ്ഘാടനവും 10 പെൺകുട്ടികൾക്കുള്ള സൗജന്യ സൈക്കിൾ വിതരണവും നടന്നത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ബാങ്ക് റീജിയണൽ മാനേജർ സജീഷ് ഉദ്ഘാടനം ചെയ്തു.
ചടങ്ങിൽ PTA പ്രസിഡന്റ് ഫൈസൽ അധ്യക്ഷനായി. ഹെഡ്മിസ്ട്രസ് AR നിഷ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അബ്ദുൽ ഖാദർ, SBI ഉദ്യോഗസ്ഥരായ നിജേഷ്, ജയശങ്കർ, ശ്രീജിത്ത്, ജയരാജ്, SMC ചെയർമാൻ PC സലാം, മുൻ വാർഡ് മെമ്പർ സുഹറ, സീനിയർ അധ്യാപിക ഷീജ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. +1 വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ. കലക്കട വ്യാസവിദ്യാപീഠത്തിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സ്കൂൾ മാനേജ്മെന്റ് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് SFI. മന്ത്രി K കൃഷ്ണൻകുട്ടി ഉറപ്പു നൽകിയ നീന്തൽക്കുളവും മൈതാനവും യാഥാർത്ഥ്യമായില്ല. വാഗ്ദാന ലംഘനത്തിനെതിരെ ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ KSU ആരംഭിച്ച നിരാഹാര സമരം 4ാം ദിവസം പിന്നിട്ടു. കായികരംഗത്ത് മികവ് പുലർത്തുന്ന കലാലയത്തിന് മന്ത്രി നീന്തൽക്കുളവും മൈതാനവും വാഗ്ദാനം ചെയ്തത് 8 വർഷം മുൻപ്. ദേശാടനക്കിടികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയായി മായന്നൂർ പാലത്തിന് സമീപം ഭാരതപ്പുഴയിലെ പുൽക്കാടുകളിൽ വീണ്ടും തീപിടുത്തം. ദേശാടന പക്ഷികൾ മുട്ടയിട്ട് അടയിരിക്കുന്നത് ഈ പുൽക്കാടുകളിൽ. വേനൽ ആരംഭത്തിൽ തന്നെ തീപിടുത്തം വ്യാപകമായ സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയും മുൻകരുതലുമായി അഗ്നിരക്ഷാസേന. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.